നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൺസർവേറ്റീവ് പാർട്ടിയിൽ മാത്രമല്ല ലേബർ പാർട്ടിയിലുമുണ്ട് തനിക്ക് പിടിപാടെന്ന് പ്രഖ്യാപിച്ച് നൈജൽ ഫരാജ്. ലേബർ പാർട്ടിയിൽ നിന്നും റിഫോമിലെത്തുന്നവരുടെ പേരുകൾ അടുത്തയാഴ്ച വെളിപ്പെടുത്തും. റിഫോമിലെത്തുന്നത് ശക്തനായ നേതാവെങ്കിൽ സ്റ്റാർമർക്ക് തിരിച്ചടി. ഫരാജിന്റെ അവകാശവാദത്തെ തള്ളി ചാൻസലർ റേച്ചൽ റീവ്സ്. ബ്രിട്ടീഷ് പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം. മുന്നറിയിപ്പ്: 16 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ബ്രിട്ടീഷ് പൗരന്മാർ മധ്യപൂർവ്വ ദേശങ്ങളിലേക്കും സമീപമുള്ള മറ്റു ചില രാജ്യങ്ങളിലേക്കും ഒഴിവുകാല യാത്രകൾക്ക് പോകുന്നവർക്ക് ഏറെ കരുതലെടുക്കണമെന്ന് കർശന നിർദ്ദേശം. ഇറാനിലെ സംഭവ വികാസങ്ങൾക്കൊപ്പം തുർക്കി, ദുബായ്, സൈപ്രസ്, ഈജിപ്ത് എന്നിവിടങ്ങളിലെ സംഭവ വികാസങ്ങളുമാണ് മുന്നറിയിപ്പിന് കാരണം. ഇറാനിൽ സർക്കാർ വിരുദ്ധമായി പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങൾ നിലവിൽ ശമിക്കുന്നു. പ്രതിഷേധങ്ങളിൽ 3000-ലേറെ പേർ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനകൾ. സുരക്ഷാ സേനയുടെ വെടിവെപ്പിലും അടിച്ചമർത്തലിലും ഇതുവരെ 3428 പ്രതിഷേധക്കാരുടെ മരണം സ്ഥിരീകരിച്ച് ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന. പ്രതിഷേധങ്ങൾ ശമിച്ചതിന് പിന്നിൽ ട്രംപിന്റെ മുന്നറിയിപ്പുകളും ലോക നേതാക്കളുടെ സമാധാന ആഹ്വാനങ്ങളും കാരണമായെന്ന് വിലയിരുത്തൽ. മിനിയാപോളിസിൽ സംഘർഷം തുടരുന്നു. സംഘർഷം ഫെഡറൽ ഉദ്യോഗസ്ഥർ പങ്കെടുത്ത രണ്ടാമത്തെ വെടിവെപ്പ് സംഭവത്തിന് പിന്നാലെ. മിനിയാപോളിസ് മേയർ ജേക്കബ് ഫ്രേയും മിന്നസോട്ട ഗവർണർ ടീം വാൾസും ഫെഡറൽ നിയമനത്തിനെ തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഫെഡറൽ അന്വേഷണം ആരംഭിച്ച് US. രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ട് നീതിന്യായ സംവിധാനത്തെ ആയുധമാക്കുകയാണെന്ന് ടീം വാൾസ്. വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള കരാറിൽ അടുത്ത മാസം ഒപ്പുവെക്കുമെന്ന് ഇന്ത്യ. കരാറിൽ ഒപ്പുവെക്കുക ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ. ഒപ്പുവെക്കുന്നത് രാജ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ. കരാറിൽ ഇടനിലക്കാർ ഉണ്ടാകില്ല. പുതിയതായി വാങ്ങുന്ന 114 റഫാൽ യുദ്ധവിമാനങ്ങളിൽ 80% നിർമ്മിക്കുക ഇന്ത്യയിലാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് SITക്ക്. റിപ്പോർട്ട് കൈമാറിയത് കൊല്ലം വിജിലൻസ് കോടതി. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ. സമർപ്പിച്ചത് അന്വേഷണത്തിന്റെ ഗതി തന്നെ നിർണയിക്കുന്ന റിപ്പോർട്ട്. മാത്യു കുഴൽനാടൻ MLA മൊഴിയെടുത്ത് വിജിലൻസ്. മൊഴിയെടുത്തത് ഇടുക്കി ചിന്നക്കനാലിൽ നിയമം ലംഘിച്ച് ഭൂമി വാങ്ങിയെന്ന കേസിൽ. സ്ഥലം നൽകിയതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് മൊഴി നൽകി MLA. ഭൂമി കയ്യേറിയെന്ന ആരോപണം നിഷേധിച്ച് മാത്യു കുഴൽനാടൻ. വാർത്തകൾ വിശദമായി. കൺസർവേറ്റീവ് പാർട്ടിയിൽ മാത്രമല്ല ലേബർ പാർട്ടിയിലുമുണ്ട് തനിക്ക് പിടിപാടെന്ന് പ്രഖ്യാപിച്ച് നൈജൽ ഫരാജ്. അടുത്തിടെ കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും 2 മുതിർന്ന നേതാക്കളെ റിഫോം UKയിൽ എത്തിച്ച ഫരാജിന്റെ ലേബർ പാർട്ടിയിൽ നിന്നും റിഫോമിലെത്തുന്നവരുടെ പേരുകൾ അടുത്തയാഴ്ച വെളിപ്പെടുത്തുമെന്ന പ്രഖ്യാപനം മന്ത്രിമാരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. മുൻ ചാൻസലർ നദീം സഹാബിയും പാർട്ടി നേതൃസ്ഥാനത്തേക്ക് മത്സരാർത്ഥിയായിരുന്ന റോബർട്ട് ജെന്റിക്കുമാണ് അടുത്തിടെ കൺസർവേറ്റീവ് പാർട്ടി വിട്ട് റിഫോം UKയിൽ എത്തിയവർ. ജെന്റിക്കിന്റെ വരവിനു ശേഷം അദ്ദേഹവുമൊത്ത് നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു ലേബർ പാർട്ടിയിൽ നിന്നും നേതാക്കൾ അടുത്ത ചൊവ്വാഴ്ച റിഫോം UKയിൽ ചേരുമെന്ന് ഫരാജ് പ്രഖ്യാപിച്ചത്. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താനൊന്നും തയ്യാറാകാഞ്ഞ ഫരാജ് പക്ഷേ ആ വെളിപ്പെടുത്തൽ ഒരു വലിയ തമാശയായിരിക്കുമെന്നും പറഞ്ഞു. പ്രധാനപ്പെട്ട നേതാക്കൾ ആരെങ്കിലുമാണ് റിഫോമിലേക്ക് എത്തുന്നതെങ്കിൽ അത് സ്റ്റാർമർക്ക് വലിയ തിരിച്ചടിയാകും. ഇപ്പോൾ തന്നെ സർക്കാരിനെ ട്രാക്കിലെത്തിക്കാൻ ക്ലേശിക്കുന്ന സ്റ്റാർമർക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ കടുത്ത വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. എന്നാൽ ഫരാജിന്റെ അവകാശവാദത്തെ തള്ളിക്കളയുകയായിരുന്നു ചാൻസലർ റേച്ചൽ റീവ്സ് ചെയ്തത്. ഫരാജ് അങ്ങനെ ധാരാളം കാര്യങ്ങൾ പറയുമെന്നും അതൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല എന്നുമായിരുന്നു അവരുടെ പ്രതികരണം. ഫരാജിന്റെ പ്രഖ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല എന്നായിരുന്നു വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി പാറ്റ് മെക്ഫാർഡിന്റെ പ്രതികരണം. അതേസമയം പ്രഭുസഭാംഗമായ ലോർഡ് ഗ്ലാസ്മാൻ, മുതിർന്ന MP ഗ്രഹാം സ്ട്രിഞ്ചർ എന്നിവർക്കുമേൽ സംശയത്തിന്റെ നിഴൽ വീഴ്ത്തുന്ന ചില അടക്കം പറച്ചിലുകൾ അധികാരത്തിന്റെ ഇടനാഴികളിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും ഇക്കാര്യം നിഷേധിച്ചിട്ടുണ്ട്. പ്രാദേശിക സംഘർഷാവസ്ഥ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ 16 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി. മധ്യപൂർവ്വ ദേശങ്ങളിലേക്കും സമീപമുള്ള മറ്റു ചില രാജ്യങ്ങളിലേക്കും ഒഴിവുകാല യാത്രകൾക്ക് പോകുന്നവർ ഏറെ കരുതലെടുക്കണമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഓരോ വർഷവും ആയിരക്കണക്കിന് ബ്രിട്ടീഷ് വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടങ്ങളാണിവ. ഇറാനിലെ സംഭവ വികാസങ്ങൾക്കൊപ്പം തുർക്കി, ദുബായ്, സൈപ്രസ്, ഈജിപ്ത് എന്നിവിടങ്ങളിലെ ചില സംഭവ വികാസങ്ങളുമാണ് ഇത്തരമൊരു മുന്നറിയിപ്പിന് കാരണമായിരിക്കുന്നത്. അമേരിക്കയുമായുള്ള ബന്ധം വഷളാവുകയും രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളെ എല്ലാ മാർഗങ്ങളിലൂടെയും അടിച്ചമർത്തുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ വ്യാഴാഴ്ച രാത്രി ഇറാൻ തങ്ങളുടെ വ്യോമ മേഖലയിൽ യാത്രാ വിമാനങ്ങൾ നിരോധിച്ചു. പ്രത്യേകിച്ച് വിശദീകരണങ്ങളൊന്നും നൽകാതെയായിരുന്നു ഈ നടപടി. ഇതോടെ പല അന്താരാഷ്ട്ര വിമാനങ്ങൾക്കും ഇറാന്റെ ഇരുവശത്തു കൂടിയും വഴിമാറിപ്പോകേണ്ട സാഹചര്യമുണ്ടായി. എന്നാൽ പിന്നീട് ഇന്നലെ രാവിലെ അവർ വ്യോമപാത തുറന്നു കൊടുത്തിട്ടുണ്ട്. മേഖലയിൽ സംഘർഷാവസ്ഥയ്ക്ക് കനം വയ്ക്കുകയാണെന്നും അപ്രതീക്ഷിതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. അതേസമയം മിക്ക കമ്പനികളും ഈ മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെക്കുകയോ വെട്ടിച്ചുരുക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് ദി എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദുബായ് പോലും തീവ്രവാദി ആക്രമണത്തിന് വേദിയായേക്കാമെന്ന് പറയുന്ന മുന്നറിയിപ്പിൽ ഈജിപ്ത്, ഇസ്രയേൽ, ഇറാൻ, തുർക്കി എന്നിവ രാജ്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്.
UK-യിൽ റീസൈക്ലിംഗ് പ്രക്രിയകൾ ലളിതവൽക്കരിക്കണമെന്ന നിർദ്ദേശം ലഭിച്ചതിനെ തുടർന്ന് ഓരോ വീട്ടിലും 4 മാലിന്യക്കൂടകൾ വീതം എത്തിക്കാൻ നികുതിദായകരുടെ പണം ചെലവഴിക്കുകയാണെന്ന് റിപ്പോർട്ട്. മാർച്ച് 31 മുതൽ മാലിന്യ ശേഖര നിയമത്തിൽ മാറ്റം നിലവിൽ വരാനിരിക്കെ എല്ലാ വീടുകളിലും 4 കൂടകൾ വീതം എത്തിക്കണമെന്നാണ് സർക്കാർ പ്രാദേശിക കൗൺസിലുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഭക്ഷണ മാലിന്യങ്ങളുടെ പ്രതിവാര ശേഖരണം ഉൾപ്പെടെയുള്ള ഈ മാറ്റങ്ങൾ പല കൗൺസിലുകൾക്കും മില്യൺ കണക്കിന് പൗണ്ടിന്റെ അധിക ചെലവാണ് വരുത്തുക എന്നും റിപ്പോർട്ടിൽ പറയുന്നു. റീസൈക്ലിംഗ് സാധ്യമല്ലാത്ത മാലിന്യങ്ങൾക്കായി ഒരു കൂട, ഭക്ഷണ മാലിന്യങ്ങൾക്കും സസ്യാവശിഷ്ടങ്ങൾക്കുമായി ഒന്ന്, പേപ്പർ, കാർഡ്ബോർഡ് എന്നിവയ്ക്കായി മറ്റൊന്ന്, റീസൈക്കിൾ ചെയ്യാൻ കഴിയുന്ന മറ്റവശിഷ്ടങ്ങൾക്കായി ഇനിയൊന്ന് എന്നിങ്ങനെ 4 കൂടകളാണ് സ്ഥാപിക്കുന്നത്. അതേസമയം പേയ്മെന്റിൽ കൂടുതൽ കൂടകൾ നിരക്കുന്നത് കുട്ടികളെ പ്രാമിൽ കൊണ്ടുവരുന്നവർക്ക് വഴിതടസ്സം ഉണ്ടാക്കുമെന്ന് ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ മാലിന്യ ശേഖരണ സ്ഥാപനങ്ങൾക്കായുള്ള കരാർ ലംഘിക്കാൻ കഴിയാത്തതിനാൽ ഒരു പക്ഷേ പുതിയ നിയമം നടപ്പിലാക്കാൻ ഒരു പതിറ്റാണ്ടെങ്കിലും കാത്തിരിക്കേണ്ടതായി വരും. വിദേശത്ത് നിന്നെത്തിയ കെയർ തൊഴിലാളികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വെയിൽസിൽ ആദ്യമായി കാർഡിഫ് സിറ്റി കൗൺസിൽ മൈഗ്രന്റ് കെയർ വർക്കേഴ്സ് ചാർട്ടർ ഔദ്യോഗികമായി അംഗീകരിച്ചു. യൂണിസെഫുമായി സഹകരിച്ച് രൂപപ്പെടുത്തിയ ഈ ചാർട്ടർ കെയർ മേഖലയിൽ നിലനിൽക്കുന്ന അനീതികൾ അവസാനിപ്പിക്കാനും തൊഴിൽ നിലവാരം ഉയർത്താനും ലക്ഷ്യമിടുന്നതാണ്. ഹോം നഴ്സിംഗും റെസിഡൻഷ്യൽ കെയറിംഗും ജീവനക്കാരുടെ കുറവ് പരിഹരിക്കാൻ നൂറുകണക്കിന് വിദേശ തൊഴിലാളികളെയാണ് കൗൺസിൽ ആശ്രയിക്കുന്നത്. വിസ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ചൂഷണം, ഭീഷണി, അന്യായ തൊഴിൽ നിബന്ധനകൾ എന്നിവയ്ക്കെതിരായ ശക്തമായ നടപടിയായാണ് ചാർട്ടറിനെ കൗൺസിൽ കാണുന്നത്. കൗൺസിൽ കരാർ നൽകുന്ന കെയർ സ്ഥാപനങ്ങൾ സുതാര്യവും നൈതികവുമായ നിയമ നടപടികൾ പാലിക്കണം. കുറഞ്ഞത് റിയൽ ലിവിംഗ് വേജ് ശമ്പളം നൽകണം. യാത്രാ സമയം, കാത്തിരിപ്പ് സമയം, നിർബന്ധ പരിശീലനം എന്നിവയ്ക്ക് പൂർണ്ണമായും ശമ്പളം ഉറപ്പാക്കണം. അനധികൃത റിക്രൂട്ട്മെന്റ് ഫീസ് തുടങ്ങിയ ചൂഷണങ്ങളും കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ചാർട്ടർ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് കൗൺസിൽ നിരീക്ഷിക്കുകയും വിസ റദ്ദാക്കൽ ഭീഷണികളിലൂടെയോ നാടുകടത്തൽ ഭീഷണിയിലൂടെയോ തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചു. സ്ഥിരതയുള്ള ജോലി സമയവും സുരക്ഷിതമായ തൊഴിലന്തരീക്ഷവും ഉറപ്പാക്കുക, പരാതികൾ രഹസ്യമായി അറിയിക്കാനുള്ള സംവിധാനം ഒരുക്കുക, ട്രേഡ് യൂണിയനുകളുമായി സഹകരിക്കുക തുടങ്ങിയതും ചാർട്ടറിന്റെ ഭാഗമാണ്. ഇത് വെയിൽസിലെ കെയർ മേഖലയ്ക്ക് കൂടുതൽ മാനദണ്ഡമാകുമെന്ന് കാർഡിഫ് കൗൺസിൽ നേതൃത്വം വ്യക്തമാക്കി. അനേകം മലയാളികളാണ് UK-യിലെ കെയർ മേഖലയിൽ ജോലി ചെയ്യുന്നത്. അവരുടെ സേവനം ആരോഗ്യ സാമൂഹ്യ പരിപാലന രംഗത്ത് നിർണായക പങ്കാണ് വഹിക്കുന്നത്. ഇത് മറ്റിടങ്ങളിലും നടപ്പായാൽ വിദേശ കെയർ തൊഴിലാളികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് കൂടുതൽ സുരക്ഷയും മാന്യതയും ഉറപ്പാക്കാനാകും. 2026 ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടിക ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പുറത്തുവിട്ടു. ബ്രെക്സിറ്റിനു ശേഷം പാസ്പോർട്ടിന്റെ കരുത്ത് കുറയുന്നുവെന്ന സൂചനകളുമായി UK 182 രാജ്യങ്ങളിലേക്കുള്ള വിസാരഹിത പ്രവേശനത്തോടെ 7ാം സ്ഥാനത്താണ്. ഇന്ത്യ ടോപ്പ് 10 പട്ടികയിൽ ഇടം നേടിയില്ല. അന്താരാഷ്ട്ര എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ വിവരങ്ങളെ അടിസ്ഥാനമാക്കി 199 രാജ്യങ്ങളിലെ പാസ്പോർട്ടുകളും 227 യാത്രാ ലക്ഷ്യസ്ഥാനങ്ങളും വിലയിരുത്തിയാണ് റാങ്കിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. തുടർച്ചയായ 3ാം വർഷവും സിംഗപ്പൂർ ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടായ 1ാം സ്ഥാനം നിലനിർത്തി. 192 രാജ്യങ്ങളിലേക്കാണ് സിംഗപ്പൂർ പാസ്പോർട്ടിന് വിസ ഇല്ലാതെ പ്രവേശനം സാധ്യമാകുന്നത്. ജപ്പാനും ദക്ഷിണ കൊറിയയും 188 രാജ്യങ്ങളിലേക്കുള്ള പ്രവേശനത്തോടെ 2ാം സ്ഥാനം പങ്കിട്ടു. ഡെൻമാർക്ക്, ലക്സംബർഗ്, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ് എന്നിവ 186 രാജ്യങ്ങളുമായി 3ാം സ്ഥാനത്താണ്. ഓസ്ട്രിയ, ബെൽജിയം, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, ഗ്രീസ്, അയർലൻഡ്, ഇറ്റലി, നെതർലാൻഡ്സ്, നോർവേ എന്നിവ 4ാം സ്ഥാനവും ഹംഗറി, പോർച്ചുഗൽ, സ്ലോവാക്യ, സ്ലോവീനിയ, UAE എന്നിവ 5ാം സ്ഥാനവും നേടി. അമേരിക്കൻ പാസ്പോർട്ട് പട്ടികയിൽ വീണ്ടും പിന്നോട്ട് പോയി 10ാം സ്ഥാനത്തായി. അമേരിക്കൻ പാസ്പോർട്ടിന് 179 രാജ്യങ്ങളിലേക്കാണ് വിസാരഹിത യാത്ര സാധ്യമാകുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് US-നും UK-ക്കും ഇത് ശ്രദ്ധേയമായ ഇടിവാണെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നു. വനിതകളുടെ ചേഞ്ചിംഗ് റൂം ട്രാൻസ്ജെൻഡർ സഹജീവനക്കാരെ ഉപയോഗിച്ചത് സംബന്ധിച്ച് എംപ്ലോയ്മെന്റ് കേസിന് പോയ വനിതാ നഴ്സുമാർക്ക് വിജയം. ജോലിസ്ഥലത്ത് വനിതാ നഴ്സുമാർക്ക് ഇതിന്റെ പേരിൽ അപമാനത്തിന് ഇരയാകേണ്ടി വന്നുവെന്നാണ് എംപ്ലോയ്മെന്റ് ട്രൈബ്യൂണൽ ജഡ്ജ് വിധിച്ചത്. വനിതാ നഴ്സുമാരുടെ അന്തസ്സ് കെടുത്തുകയും ജോലിസ്ഥലത്ത് വിദ്വേഷം ജനിപ്പിക്കുന്ന, നാണം കെടുത്തുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു എന്നാണ് ജഡ്ജി കണ്ടെത്തിയത്. ഡാർലിംഗ്ടൺ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത 7 വനിതാ നഴ്സുമാരാണ് എംപ്ലോയറായ കൗണ്ടി ഡുർഹാം ആൻഡ് ഡാർലിംഗ്ടൺ NHS ഫൗണ്ടേഷൻ ട്രസ്റ്റിനെതിരെ പരാതി നൽകിയത്. ട്രാൻസ് നഴ്സായ റോസ് ഹെൻഡേഴ്സൺ വനിതകളുടെ അസൗകര്യം ഉപയോഗിക്കുന്നതിന്റെ പേരിൽ ഉന്നയിച്ച എതിർപ്പാണ് ഇതിലേക്ക് നയിച്ചത്. പുരുഷനായി ജനിച്ച ട്രാൻസ് നഴ്സിനെ വനിതകളുടെ ചേഞ്ചിംഗ് റൂം ഉപയോഗിക്കാൻ അനുവദിച്ചുകൊണ്ട് പരാതിക്കാരെ ട്രസ്റ്റ് ലിംഗപരമായി പീഡനത്തിന് ഇരയാക്കുകയാണ് എന്നാണ് വിധിയിൽ വ്യക്തമാക്കിയത്. നഴ്സുമാർ ആശങ്ക ഉന്നയിച്ചപ്പോഴും ഇതൊന്നും ഗുരുതരമായി കണ്ട് പരിഗണിക്കാൻ തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ്. ക്രിസ്ത്യൻ ലീഗൽ സെന്ററിന്റെ പിന്തുണയോടെയാണ് നഴ്സുമാർ ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഇത് സാമാന്യ ബുദ്ധിയുടെ വിജയമാണ് എന്ന് പരാതി നയിച്ച നഴ്സ് ബെതാനി ഹച്ചിസൺ പറഞ്ഞു. വിധി സുപ്രധാനമാണെങ്കിലും രാജ്യത്തെ എല്ലാ NHS ട്രസ്റ്റുകളും ഇതു സംബന്ധിച്ച നയങ്ങൾ റിവ്യൂ ചെയ്യാൻ തയ്യാറാകണമെന്ന് വനിതാ നഴ്സുമാർ കൂട്ടിച്ചേർത്തു. റോൾസിനെ ഈ അവസ്ഥയിൽ എത്തിച്ചത് ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് എന്നും അവർ ചൂണ്ടിക്കാണിച്ചു. ഇറാനിൽ സർക്കാർ വിരുദ്ധമായി പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങൾ നിലവിൽ ശമിച്ച നിലയിലാണ് എന്ന് റിപ്പോർട്ടുകൾ. ദിവസങ്ങളായി തുടരുന്ന ഇന്റർനെറ്റ് ആശയവിനിമയ നിയന്ത്രണങ്ങൾ മൂലം രാജ്യത്തിനകത്ത് നിന്നുള്ള പുതിയ ദൃശ്യങ്ങളോ വിവരങ്ങളോ പുറത്തേക്ക് ലഭിക്കുന്നില്ല.
കഴിഞ്ഞ ഡിസംബർ അവസാനം ആരംഭിച്ച പ്രതിഷേധങ്ങളിൽ 3000-ലേറെ പേർ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. ചില കണക്കുകൾ മരണസംഖ്യ 5000 കടന്നിരിക്കാമെന്നും സൂചിപ്പിക്കുന്നു. നോർവേ ആസ്ഥാനമായുള്ള ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് സംഘടനയുടെ കണക്ക് പ്രകാരം സുരക്ഷാ സേനയുടെ വെടിവയ്പിലും അടിച്ചമർത്തലിലും ഇതുവരെ 3428 പ്രതിഷേധക്കാരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും അധികമായിരിക്കാമെന്നാണ് വിലയിരുത്തൽ. അസോസിയേറ്റഡ് പ്രസ് 3090 മരണങ്ങൾ സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് ചെയ്തു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്ക ഉയർത്തിയ പ്രതിഷേധങ്ങൾ ശമിച്ചതിന് പിന്നിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പുകളും ലോക നേതാക്കളുടെ സമാധാന ആഹ്വാനങ്ങളും കാരണമായെന്ന വിലയിരുത്തലുമുണ്ട്. എന്നാൽ ഇത് നേരിട്ട് പ്രതിഷേധം അവസാനിപ്പിച്ചതാണോ എന്നതിൽ വ്യക്തതയില്ല. ഇതിനിടെ വിദേശത്തുള്ള ഇറാന്റെ മുൻ രാജകുടുംബാംഗം റസ പഹ്ലവി വീണ്ടും പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു. വാരാന്ത്യത്തിൽ ദേശീയ മുദ്രാവാക്യങ്ങളോടെ തെരുവിലിറങ്ങി ശബ്ദം ഉയർത്തുക എന്നാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം. അതേസമയം പ്രതിഷേധക്കാർക്കെതിരെ വധശിക്ഷ ആവശ്യപ്പെട്ട് കടുത്ത നിലപാടുമായി പ്രമുഖ മതപുരോഹിതൻ ആയത്തുള്ള അഹമ്മദ് ഖദാമി രംഗത്തെത്തി. ആയുധധാരികളായ കപടന്മാർക്ക് വധശിക്ഷ നൽകണമെന്ന മുദ്രാവാക്യങ്ങൾ വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനകളിൽ മുഴങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. പ്രതിഷേധക്കാരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും ട്രംപിന്റെയും സൈനികർ എന്ന് വിശേഷിപ്പിച്ച ഖദാമി ഇരുവർക്കുമെതിരെ കഠിന പ്രതികാരം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകി. ഇതിന് വിരുദ്ധമായി നൂറുകണക്കിന് പ്രതിഷേധക്കാരുടെ വധശിക്ഷ ഇറാൻ സർക്കാർ നിർത്തിവെച്ചതായി ട്രംപ് അവകാശപ്പെട്ടു. 800-ലേറെ പേരുടെ തൂക്കിക്കൊല്ലൽ ഇറാൻ റദ്ദാക്കി. ഇതിനു ഞാൻ ബഹുമാനം നൽകുന്നു എന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ ഇത് സംബന്ധിച്ച് ഇറാനിലെ ആരുമായും സംസാരിച്ചുവെന്നോ US സൈനിക ഇടപെടൽ ഒഴിവാക്കിയതിന്റെ സൂചനയാണോ എന്നതും അദ്ദേഹം വ്യക്തമാക്കിയില്ല. അതേസമയം ഇറാനിലെ ഇന്റർനെറ്റ് നിരോധനം ഇപ്പോഴും തുടരുകയാണെന്ന് നെറ്റ്ഫ്ലിക്സ് അറിയിച്ചു. 180 മണിക്കൂറിലേറെയായി പൂർണ്ണ ഇന്റർനെറ്റ് ബ്ലാക്ക് ഔട്ട് ആണ് നിലവിലുള്ളത്. വിദേശത്തേക്ക് ഫോൺ വിളിക്കാൻ ഭാഗികമായി അനുമതി നൽകിയെങ്കിലും SMS സേവനങ്ങളും ഇന്റർനെറ്റ് ആക്സസും പുനഃസ്ഥാപിച്ചിട്ടില്ല. സർക്കാർ അംഗീകരിച്ച ചില ആഭ്യന്തര വെബ്സൈറ്റുകൾ മാത്രമാണ് ലഭ്യമെന്ന് തലസ്ഥാനത്തെ താമസക്കാർ വ്യക്തമാക്കി. പരസ്പരമുള്ള ആക്രമണ ഭീഷണികൾക്കു ശേഷം ഇറാൻ US സംഘർഷം അയയുന്നതായി സൂചന. ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പിടിയിലായവരെ തൂക്കിക്കൊല്ലുന്ന നടപടികളിൽ നിന്ന് ഇറാൻ ഭരണകൂടം പിന്മാറിയതോടെയാണ് മേഖലയിലെ സംഘർഷ സാഹചര്യം കുറഞ്ഞത്. ഇറാന്റെ തീരുമാനത്തിൽ തനിക്ക് ബഹുമാനമുണ്ടെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇന്നലെ നടക്കേണ്ടിയിരുന്ന 800-ലധികം വധശിക്ഷകളും ഇറാൻ നേതൃത്വം റദ്ദാക്കിയതായി താൻ അറിഞ്ഞെന്നും നടപടിക്ക് നന്ദിയുണ്ടെന്നും ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അതേസമയം ഇറാനിൽ സൈനിക നടപടി തൽക്കാലം വേണ്ട എന്ന് വയ്ക്കാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലാണെന്ന് ആണ് റിപ്പോർട്ട്. സൗദിയും ഖത്തറും ഒമാനും USുമായി നടത്തിയ ചർച്ചകളാണ് സ്ഥിതി മയപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ട്. ഇറാനെ ആക്രമിച്ചാൽ ഗൾഫ് മേഖലയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും ഇത് USനും ഗുണകരമാകില്ല എന്നും സൗദിയും ഖത്തറും ട്രംപിനെ ധരിപ്പിച്ചു എന്നാണ് വിവരം. അതിനിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഫോണിൽ സംസാരിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള സന്നദ്ധത റഷ്യ ഇസ്രായേലിനെ അറിയിച്ചു. ഇറാൻ വിഷയം ചർച്ച ചെയ്യാൻ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദിന്റെ മേധാവി ഡേവിഡ് ബർണിയ USലെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഫെഡറൽ ഉദ്യോഗസ്ഥർ പങ്കെടുത്ത രണ്ടാമത്തെ വെടിവെപ്പ് സംഭവത്തിന് പിന്നാലെ മിനിയാപോളിസിൽ സംഘർഷം തുടരുന്നു. ബുധനാഴ്ച നടന്ന സംഭവത്തിൽ ട്രാഫിക് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ ഫെഡറൽ ഉദ്യോഗസ്ഥനെ ആക്രമിച്ചതിനെ തുടർന്ന് വെടിവെച്ചതായാണ് ആഭ്യന്തര സുരക്ഷാ വകുപ്പ് അറിയിച്ചത്. ജനുവരി 7-ന് 37 വയസ്സുള്ള റീനി ഗുഡ് എന്ന യുവതി കൊല്ലപ്പെട്ട സംഭവവും ഇപ്പോഴും വിവാദമാണ്. ICE ഉദ്യോഗസ്ഥരെ ഇടിക്കാൻ ശ്രമിച്ചതിൽ നിന്നാണ് വെടിവെച്ചതെന്ന് ഫെഡറൽ അധികൃതർ അവകാശപ്പെടുമ്പോൾ പ്രാദേശിക ഭരണകൂടം ഈ വാദം ചോദ്യം ചെയ്യുന്നു. ഇതിന് പിന്നാലെ മിനിയാപോളിസ് മേയർ ജേക്കബ് ഫ്രേയും മിനസോട്ട ഗവർണർ ടിം വാൾസും ഫെഡറൽ നിയമപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയോ എന്ന് പരിശോധിക്കാൻ ഫെഡറൽ അന്വേഷണം ആരംഭിച്ചതായി US ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിനെതിരെ ഗവർണർ വാൾസ് പ്രതികരിച്ചു. രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ട് നീതിന്യായ സംവിധാനത്തെ ആയുധമാക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. റീനി ഗുഡ് വെടിവയ്പിൽ പങ്കെടുത്ത ഫെഡറൽ ഏജന്റിനെതിരെ അന്വേഷണം ഇല്ല എന്നതും വാൾസ് ചൂണ്ടിക്കാട്ടി. അതേസമയം ICEയുടെ ഇടപെടലിനെതിരെ ഡെമോക്രാറ്റിക് നേതാക്കൾ ശക്തമായി പ്രതികരിച്ചു. ICE തെരുവുകളിൽ നിന്ന് പിന്മാറണം, ഭയവും കലാപവുമാണ് ഉണ്ടാകുന്നതെന്ന് സെനറ്റർ എമി ക്ലോബുചാർ പറഞ്ഞു. ICE പിന്മാറിയാൽ നഗരത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന് മേയർ ഫ്രേയും വ്യക്തമാക്കി. പ്രതിഷേധങ്ങളെ തുടർന്ന് ഇൻസറക്ഷൻ ആക്ട് പ്രയോഗിക്കുമെന്ന ചോദ്യത്തിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ആവശ്യമായാൽ ഉപയോഗിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനി പൗണ്ട് യൂറോ ഡോളർ രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 121.13 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 90.71 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 104.96 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 65.04 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള കരാർ അടുത്ത മാസം ഒപ്പുവെക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശന വേളയിലാകും കരാർ ഒപ്പുവെക്കുക. രാജ്യത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കരാറാണ്.
കരാറിൽ ഇടനിലക്കാർ ഉണ്ടാകില്ല. രണ്ടു രാജ്യങ്ങളും തമ്മിലാണ് കരാറിൽ ഒപ്പുവെക്കുന്നത്. പുതിയതായി വാങ്ങുന്ന 114 റഫാൽ യുദ്ധവിമാനങ്ങളിൽ 80% നിർമ്മിക്കുക ഇന്ത്യയിലാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിച്ചു. നിലവിൽ വ്യോമസേനയ്ക്ക് 36 റഫാൽ യുദ്ധവിമാനങ്ങളാണുള്ളത്. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള ശുപാർശ കഴിഞ്ഞ വർഷമാണ് വ്യോമസേന കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കൈമാറിയത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് പ്രൊക്യൂർമെന്റ് ബോർഡ് ഈ ശുപാർശയ്ക്ക് അംഗീകാരം നൽകി. ബോർഡിന്റെ ശുപാർശ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ പരിഗണിക്കും. കരാറിന് അന്തിമാനുമതി നൽകേണ്ടത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതിയാണ്. 3.25 ലക്ഷം കോടി രൂപയ്ക്കാണ് ഇന്ത്യ റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത്. കരാർ പ്രകാരം 18 റഫാൽ യുദ്ധവിമാനങ്ങൾ 2030 ഇന്ത്യയിലെത്തും. ബാക്കിയുള്ള 80% റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കും. തദ്ദേശീയമായ സാധനങ്ങൾ കൊണ്ടാകും ഇതിൽ 60% നിർമ്മിക്കുന്നത്. ഈ വർഷം ഏപ്രിൽ മാസത്തോടെ EPFO വരിക്കാർക്ക് UPI പേയ്മെന്റ് ഗേറ്റ്വേ വഴി പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റാനും ATM കാർഡ് ഉപയോഗിച്ച് പിൻവലിക്കാനും കഴിയുന്ന സൗകര്യമൊരുങ്ങുന്നു. EPFന്റെ ഒരു നിശ്ചിത വിഹിതം ഒഴിച്ച് ബാക്കി പണം അക്കൗണ്ടിലൂടെ പിൻവലിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന സൗകര്യമാണ് ഒരുക്കുന്നതെന്ന് PTA റിപ്പോർട്ടിൽ പറയുന്നു. വരിക്കാർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് യോഗ്യമായ EPF ബാലൻസ് കാണാൻ കഴിയുമെന്നതാണ് മറ്റൊരു സൗകര്യം. 8 കോടി അംഗങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഈ സംവിധാനം സുഗമമായി നടപ്പാക്കുന്നതിനായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. നിലവിൽ EPFO അംഗങ്ങൾക്ക് അവരുടെ EPF പണം പിൻവലിക്കാൻ പരമ്പരാഗതമായ മാർഗം മാത്രമാണുള്ളത്. ഈ ഓട്ടോ സെറ്റിൽമെന്റ് മോഡിന്റെ പരിധി നിലവിലുള്ള 1 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട്. രോഗം, വിദ്യാഭ്യാസം, വിവാഹം, ഭവന ആവശ്യങ്ങൾ എന്നിവയ്ക്കായി 3 ദിവസത്തിനുള്ളിൽ പണം ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. EPF പിൻവലിക്കുന്നതിനായി പ്രതിവർഷം 5 കോടിയിലധികം ക്ലെയിമുകൾ തീർപ്പാക്കപ്പെടാൻ സമയമെടുക്കുന്നതിനാലും EPFOയുടെ ഭാരം കുറയ്ക്കുന്നതിനുമാണ് പുതിയ സംവിധാനം ആവിഷ്കരിക്കുന്നത്. EPFOയ്ക്ക് ബാങ്കിംഗ് ലൈസൻസുകൾ ഇല്ലാത്തതിനാൽ EPF അക്കൗണ്ടുകളിൽ നിന്ന് നേരിട്ട് പണം പിൻവലിക്കാൻ അംഗങ്ങളെ അനുവദിക്കാൻ കഴിയില്ല എന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. എന്നിരുന്നാലും ബാങ്കുകളെ പോലെ EPFOയുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ സർക്കാർ ആഗ്രഹിക്കുന്നു. ബോളിവുഡിൽ അവസരം നഷ്ടമാകുന്നതിനെ കുറിച്ച് ഓസ്കാർ ജേതാവായ സംഗീത സംവിധായകൻ AR റഹ്മാന്റെ പ്രസ്താവനയ്ക്കെതിരെ വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത് വന്നു. ബോളിവുഡിൽ വീണ്ടും അവസരങ്ങൾ ലഭിക്കണമെങ്കിൽ ഘർ വാപ്പസി ചെയ്യണമെന്ന് സംഘടനയുടെ ദേശീയ വക്താവ് വിനോദ് ബൻസാൽ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഒരിക്കൽ ഹിന്ദു ആയിരുന്നു. എന്തിനാണ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത്? ഘർ വാപ്പസി ചെയ്യൂ, ഒരു പക്ഷേ നിങ്ങൾക്ക് വീണ്ടും അവസരം കിട്ടിയേക്കാമെന്ന് BHP നേതാവ് പറഞ്ഞു. കഴിഞ്ഞ 8 വർഷമായി ഹിന്ദി സിനിമാ മേഖലയിൽ നിന്ന് തനിക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് വർഗീയ കാരണത്താലാണെന്ന് റഹ്മാൻ പറഞ്ഞിരുന്നു. AR റഹ്മാൻ ഒരു പ്രത്യേക വിഭാഗവുമായി സഖ്യത്തിലായതിന്റെ ഉദാഹരണമാണ് പ്രസ്താവനയെന്ന് BHP നേതാവ് ആരോപിച്ചു. ഒരിക്കൽ മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി നേതാവായിരുന്ന വിഭാഗത്തിന്റെ നേതാവായി AR റഹ്മാൻ മാറിയെന്ന് തോന്നുന്നുവെന്ന് ബർസാൽ പറഞ്ഞു. ഹമീദ് അൻസാരി 10 വർഷത്തേക്ക് ആനുകൂല്യങ്ങൾ നേടിയിരുന്നുവെന്നും ഭരണഘടനാ പദവികൾ വഹിച്ചിരുന്നു. എന്നാൽ വിരമിച്ച ശേഷം അദ്ദേഹം ഇന്ത്യയെ ഇകഴ്ത്തിയെന്നും ബൻസൽ ആരോപിച്ചു. ഒരു കാലത്ത് എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളും റഹ്മാനെ ആരാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് അവസരം ലഭിക്കാത്തതിന്റെ കാരണത്തെക്കുറിച്ച് ആത്മപരിശോധന നടത്തുന്നതിന് പകരം വ്യവസ്ഥയെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും മുഴുവൻ വ്യവസായത്തെയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുകയാണെന്ന് BHP നേതാവ് പറഞ്ഞു. ഇത്തരം പരാമർശങ്ങൾ രാഷ്ട്രീയക്കാർക്ക് യോജിച്ചതായിരിക്കുമെന്നും ഒരുപക്ഷെ കലാകാരന് യോജിച്ചതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് SITക്ക് കൈമാറി. കൊല്ലം വിജിലൻസ് കോടതിയാണ് VSSC റിപ്പോർട്ട് കൈമാറിയത്. ദ്വാരപാലക ശില്പം, കട്ടിളപ്പാളി തുടങ്ങിയ 15 സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണിത്. ചെമ്പുപാളികളിലെ സ്വർണത്തിന്റെ അളവും കാലപ്പഴക്കവും തിട്ടപ്പെടുത്തുന്ന റിപ്പോർട്ടാണിത്. ഇന്നലെയാണ് VSSCയിൽ നിന്നും ശാസ്ത്രീയ പരിശോധനാ ഫലം സീൽ വെച്ച കവറിൽ കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഈ പരിശോധനാ ഫലം നിർണായകമാണ്. ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. 19-ന് ഹൈക്കോടതിയിൽ കൊടുക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഈ ശാസ്ത്രീയ അന്വേഷണ ഫല റിപ്പോർട്ടും ഉൾപ്പെടുത്തും. അന്വേഷണത്തിന്റെ ഗതി തന്നെ നിർണ്ണയിക്കുന്ന റിപ്പോർട്ടാണ് VSSC കൈമാറിയിരിക്കുന്നത്. സ്വർണ്ണപ്പാളികൾ മാറ്റിയോ, ശബരിമലയിൽ ഇപ്പോൾ ഉള്ളത് പഴകിയ പാളികളാണോ അതോ പുതിയ പാളികളാണോ, പാളികളിലെ സ്വർണത്തിന്റെ അളവ് തുടങ്ങിയവ നിർണ്ണയിക്കുന്ന പരിശോധനയാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. ഇടുക്കി ചിന്നക്കനാലിൽ നിയമം ലംഘിച്ച് ഭൂമി വാങ്ങിയെന്ന കേസിൽ മാത്യു കുഴൽനാടൻ MLAയുടെ മൊഴിയെടുത്ത് വിജിലൻസിന്റെ പൂജപ്പുര SAU 1 യൂണിറ്റാണ് മൊഴി നൽകിയത്. വിജിലൻസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു മൊഴിയെടുപ്പ്. സ്ഥലം വാങ്ങിയതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് MLA മൊഴി നൽകി. പോക്കുവരവ് ചെയ്യും മുൻപ് മിച്ച ഭൂമി കേസ് ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല എന്നും അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട്. ആധാരത്തിന് വില കുറച്ച് കാണിച്ചിട്ടില്ല എന്ന് അദ്ദേഹം മൊഴി നൽകി. ഭൂമി കയ്യേറിയെന്ന ആരോപണവും മാത്യു കുഴൽനാടൻ നിഷേധിച്ചു. ചിന്നക്കനാലിൽ 50 സെന്റ് അധിക ഭൂമി കൈവശം വെച്ചതാണ് മാത്യു കുഴൽനാടനെതിരായ കേസ്. കേസിലെ 16ാം പ്രതിയാണ് MLA. ചിന്നക്കനാലിൽ സർക്കാർ ഭൂമി കയ്യേറി റിസോർട്ട് നിർമ്മിച്ചെന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനിടെയാണ് ഭൂമി കേസിൽ വിജിലൻസ് മൊഴിയെടുത്തത്. ചിന്നക്കനാലിലെ റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് EDയുടെ അന്വേഷണം. KCB ഓഫീസുകളിൽ വൻ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ടിന്റെ ഭാഗമായി വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിലാണ് കണ്ടെത്തൽ. 41 ഉദ്യോഗസ്ഥർ പല കരാറുകളിലായി വാങ്ങിയ 16,50,000 രൂപ പിടിച്ചെടുത്തു.
മാനദണ്ഡങ്ങൾ പാലിക്കാതെ KCB സെക്ഷൻ ഓഫീസുകളിൽ കരാർ നൽകുന്നുവെന്നും കണ്ടെത്തൽ. വയനാട്ടിലും വ്യാപക വിജിലൻസ് പരിശോധന നടത്തി. നിരവധി കരാറുകാരിൽ നിന്നും ഉദ്യോഗസ്ഥർ പണം വാങ്ങി. കൽപ്പറ്റയിൽ 3 ഉദ്യോഗസ്ഥർ ചേർന്ന് 1,33,000 രൂപ കൈക്കൂലി വാങ്ങി. മാനന്തവാടിയിൽ 1,32,000 രൂപ കൈക്കൂലി വാങ്ങി. ബത്തേരിയിൽ 84,800 രൂപയും കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തി. AE, ഓവർസിയർമാർ, സബ് എഞ്ചിനീയർമാർ തുടങ്ങിയവരെല്ലാം കൈക്കൂലി വാങ്ങിയതിന് തെളിവ് കണ്ടെത്തിയതായും വിജിലൻസ് കണ്ടെത്തി. ഗൂഗിൾ പേയിലൂടെയാണ് പലരും പണം വാങ്ങിയത്. വിജിലൻസ് പരിശോധന ഇന്നും തുടരും. മൂന്നാം ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ തള്ളി. തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. ജാമ്യത്തിനായി സെഷൻസ് കോടതിയെ സമീപിക്കുമെന്ന് രാഹുൽ അറിയിച്ചു. തിങ്കളാഴ്ച ഹർജി നൽകും. 2 മണിക്കൂർ നീണ്ട ശക്തമായ വാദപ്രതിവാദങ്ങളാണ് പ്രോസിക്യൂഷൻ പ്രതിഭാഗവും ഇന്നലെ നടത്തിയത്. MLAക്കെതിരെ നിരന്തരം പരാതികളാണെന്നും ജാമ്യം നൽകരുതെന്നുമായിരുന്നു SITയുടെ വാദം. പരാതിക്കാരിയുടെ ചാറ്റ് വിവരങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഹാജരാക്കി. എല്ലാം പരസ്പര സമ്മതത്തോടെ എന്ന് വാദിച്ച പ്രതിഭാഗം ചട്ടവിരുദ്ധമായാണ് അറസ്റ്റ് ചെയ്തതെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു. വിജയ് ഹസാരെ ട്രോഫി ഫൈനലിൽ നാളെ സൗരാഷ്ട്രയും വിദർഭയും മുഖാമുഖം. 2ാം സെമിയിൽ പഞ്ചാബ് ഉയർത്തിയ 292 റൺസ് വിജയലക്ഷ്യം അനായാസം മറികടന്നാണ് സൗരാഷ്ട്ര കിരീട പോരാട്ടത്തിലേക്ക് യോഗ്യത നേടിയത്. മിന്നും ഇന്നിംഗ്സുമായി കളം നിറഞ്ഞ വിശ്വരാജ് ജഡേജയാണ് സൗരാഷ്ട്രയ്ക്ക് 9 വിക്കറ്റ് വിജയമൊരുക്കിയത്. 127 പന്തിൽ 165 റൺസായിരുന്നു താരത്തിന്റെ സമ്പാദ്യം. അൻമോൾ പ്രീത് സിംഗ് സെഞ്ചുറി അടിച്ചും ക്യാപ്റ്റൻ പ്രഭ്സിംഗ് റാം സിംഗ് 87 റൺസ് എടുത്തും നൽകിയ മികച്ച തുടക്കവുമായി പഞ്ചാബ് 50 ഓവറിൽ 291 റൺസ് അടിച്ചെടുത്തെങ്കിലും സൗരാഷ്ട്ര മറികടക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നിലവിലെ ചാമ്പ്യന്മാരായ കർണാടകയെ തകർത്ത് വിദർഭ കിരീടപ്പോരിലേക്ക് ടിക്കറ്റ് എടുത്തിരുന്നു. വിദർഭയ്ക്ക് ഇത് തുടർച്ചയായ 2ാം ഫൈനലാണ്. കഴിഞ്ഞ ഫൈനലിൽ കർണാടകയോട് തോറ്റ് കിരീടം നഷ്ടമായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൺസർവേറ്റീവ് പാർട്ടിയിൽ മാത്രമല്ല ലേബർ പാർട്ടിയിലുമുണ്ട് തനിക്ക് പിടിപാടെന്ന് പ്രഖ്യാപിച്ച് നെയ്ജൽ ഫരാജ്. ലേബർ പാർട്ടിയിൽ നിന്നും റിഫോമിലെത്തുന്നവരുടെ പേരുകൾ അടുത്തയാഴ്ച വെളിപ്പെടുത്തും. റിഫോമിലെത്തുന്നത് ശക്തനായ നേതാവെങ്കിൽ സ്റ്റാർമർക്ക് തിരിച്ചടി. ഫരാജിന്റെ അവകാശവാദത്തെ തള്ളി ചാൻസലർ റേച്ചൽ റീവ്സ്. ബ്രിട്ടീഷ് പൗരന്മാർക്ക് മുന്നറിയിപ്പുമായി ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം. മുന്നറിയിപ്പ്: 16 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ബ്രിട്ടീഷ് പൗരന്മാർ മധ്യപൂർവ്വ ദേശങ്ങളിലേക്കും സമീപമുള്ള മറ്റു ചില രാജ്യങ്ങളിലേക്കും ഒഴിവുകാല യാത്രകൾക്ക് പോകുന്നവർക്ക് ഏറെ കരുതലെടുക്കണമെന്ന് കർശന നിർദ്ദേശം. ഇറാനിലെ സംഭവ വികാസങ്ങൾക്കൊപ്പം തുർക്കി, ദുബായ്, സൈപ്രസ്, ഈജിപ്ത് എന്നിവിടങ്ങളിലെ സംഭവ വികാസങ്ങളുമാണ് മുന്നറിയിപ്പിന് കാരണം. ഇറാനിൽ സർക്കാർ വിരുദ്ധമായി പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങൾ നിലവിൽ ശമിക്കുന്നു. പ്രതിഷേധങ്ങളിൽ 3000-ലേറെ പേർ കൊല്ലപ്പെട്ടതായി മനുഷ്യാവകാശ സംഘടനകൾ. സുരക്ഷാ സേനയുടെ വെടിവെപ്പിലും അടിച്ചമർത്തലിലും ഇതുവരെ 3428 പ്രതിഷേധക്കാരുടെ മരണം സ്ഥിരീകരിച്ച് ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് സംഘടന. പ്രതിഷേധങ്ങൾ ശമിച്ചതിന് പിന്നിൽ ട്രംപിന്റെ മുന്നറിയിപ്പുകളും ലോക നേതാക്കളുടെ സമാധാന ആഹ്വാനങ്ങളും കാരണമായെന്ന് വിലയിരുത്തൽ. മിനിയാപോളിസിൽ സംഘർഷം തുടരുന്നു. സംഘർഷം ഫെഡറൽ ഉദ്യോഗസ്ഥർ പങ്കെടുത്ത 2ാമത്തെ വെടിവെപ്പ് സംഭവത്തിന് പിന്നാലെ. മിനിയാപോളിസ് മേയർ ജേക്കബ് ഫ്രേയും മിന്നസോട്ട ഗവർണർ ടിം വാൾസും ഫെഡറൽ നിയമനത്തിനെ തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് ഫെഡറൽ അന്വേഷണം ആരംഭിച്ച് US. രാഷ്ട്രീയ എതിരാളികളെ ലക്ഷ്യമിട്ട് നീതിന്യായ സംവിധാനത്തെ ആയുധമാക്കുകയാണെന്ന് ടിം വാൾസ്. വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങൾ കൂടി വാങ്ങാനുള്ള കരാറിൽ അടുത്ത മാസം ഒപ്പുവെക്കുമെന്ന് ഇന്ത്യ. കരാറിൽ ഒപ്പുവെക്കുക ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ. ഒപ്പുവെക്കുന്നത് രാജ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ കരാർ. കരാറിൽ ഇടനിലക്കാർ ഉണ്ടാകില്ല. പുതിയതായി വാങ്ങുന്ന 114 റഫാൽ യുദ്ധവിമാനങ്ങളിൽ 80% നിർമ്മിക്കുക ഇന്ത്യയിലാകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് SITക്ക്. റിപ്പോർട്ട് കൈമാറിയത് കൊല്ലം വിജിലൻസ് കോടതി. റിപ്പോർട്ട് വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികൾ. സമർപ്പിച്ചത് അന്വേഷണത്തിന്റെ ഗതി തന്നെ നിർണയിക്കുന്ന റിപ്പോർട്ട്. മാത്യു കുഴൽനാടൻ MLAയുടെ മൊഴിയെടുത്ത് വിജിലൻസ്. മൊഴിയെടുത്തത് ഇടുക്കി ചിന്നക്കനാലിൽ നിയമം ലംഘിച്ച് ഭൂമി വാങ്ങിയെന്ന കേസിൽ. സ്ഥലം നൽകിയതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന് മൊഴി നൽകി MLA. ഭൂമി കയ്യേറിയെന്ന ആരോപണം നിഷേധിച്ച് മാത്യു കുഴൽനാടൻ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.